ഹലോ, അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് സയൻസ് മീഡിയ. നമ്മുടെ OTT-യിൽ മാക്സ് എന്ന് പറഞ്ഞൊരു ഫിലിം ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നമ്മുടെ കിച്ച സുദീപില്ലേ, ഈച്ച സിനിമയിലെ വില്ലൻ. അപ്പോൾ പുള്ളി അഭിനയിച്ചൊരു ഫിലിമാണ്. കന്നഡ ആണ് ഫിലിം. അത് ഇപ്പോൾ ഞാൻ കണ്ടത് തമിഴിലാണ്. കൊള്ളാം, നല്ല സിനിമ, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. നമ്മുടെ കൈദിയുടെയൊക്കെ ഒരു റെഫറൻസ് പോലെയൊക്കെ തോന്നി. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കൈദിയുടെ തമിഴ് വേർഷൻ അല്ല കന്നഡ വെർഷനാണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, അതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അത് അവരുടേതായ രീതിയിൽ അവർ വേറൊരു സ്റ്റോറിയാണ്. പക്ഷെ സ്റ്റോറിയുടെ ഒക്കെ തീമും ബേസൊക്കെ ഏതാണ്ട് വെച്ച് നോക്കി ഒരേപോലെയൊക്കെ തന്നെയാണെങ്കിലും പക്ഷെ കൊള്ളാം, സിനിമ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഈ കിച്ച സുദീപ് എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും ഒരു സിനിമ തരുന്നൊരു ഓറയുണ്ട്. ഭയങ്കര രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം നല്ല രസമുള്ള ഫ്രെയിമുകൾ. ഗ്രാഫിക്സിൻ്റെയൊക്കെ VFX-ൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചില സീനുകളിൽ തോന്നിക്കുമെങ്കിലും പെട്ടെന്ന് നമുക്ക് തോന്നില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഫിലിം നമ്മളങ്ങ് നല്ല രീതിയിൽ പിടിച്ചിരുത്തും. ഓരോ സീൻ ബൈ സീൻ നല്ല രസമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഫൈറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല രസമായിട്ടാണ് ഫൈറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓരോ അനാവശ്യമായിട്ടുള്ള സ്ലോ മോഷൻസോ പിന്നെ ഓവറായിട്ട് ഇല്ല ലോജിക്കൊക്കെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലോജിക്കൊക്കെ എടുത്ത് അലമാര വെച്ചിട്ട് വേണം സിനിമ കാണാൻ വേണ്ടിയിട്ട്. ലോജിക്ക് നോക്കാതെ കാണുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്കൊരു ഒരു പ്രത്യേക എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ളൊരു ഫിലിമാണ്. നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ തമിഴിലാണ് കണ്ടത്. ഞാനിപ്പോൾ കണ്ട് എണീറ്റ് അപ്പം തന്നെ റിവ്യൂ ഇടാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ നമ്മൾ ഫ്രീ ടൈമിൽ പക്ഷേ ആ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉള്ളൊരു സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇടയിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ ടൈം ഉണ്ടെങ്കിൽ ഇരുന്ന് കണ്ടിരിക്കാൻ ടൈം കളയാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു സിനിമയാണ്. ഒരു മാസ് എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര പക്കാ മാസ് എൻ്റർടൈനറാണ് സിനിമ. പ്രത്യേകിച്ച് സ്റ്റോറി കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. വലിയൊരു സ്റ്റോറിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ഹീറോ ഈ കിച്ച സുദീപ് ഒരിടത്ത് ഒരു സ്റ്റേഷനിലേക്ക് പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വരുന്നു. അന്ന് രാത്രി നടക്കുന്ന ഒറ്റ രാത്രി നടക്കുന്ന സംഭവങ്ങളാണ്. ആ രാത്രി കൊണ്ട് പുള്ളി ആ ഒരു വെളുപ്പാങ്കാലം ഒരു 5-5:30 വരെ അടിച്ച് താളിക്കാണ് സിനിമ. ഒരു 10-50 പേരെയൊക്കെ പുള്ളി ഒറ്റയ്ക്ക് നിന്നങ്ങ് ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ ആ ഫൈറ്റിൽ ചില സീനുകളിൽ ആൾക്കാർ കാത്തു നിന്ന് ഇടി മേടിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്നായിരുന്നാൽ പോലും കൊടുക്കുന്ന ഇടികൾക്കും ആയാലും പുള്ളിയുടെ ഓരോ ഫൈറ്റിൻ്റെ ഓരോ ആംഗിൾസ് ആയാലും ക്യാമറ ആംഗിൾസ് ആയാലും അതിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് പുള്ളി വരുമ്പോഴേ ഒരു ഭയങ്കരമായ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അത് പക്ക ഫാൻസിന് വേണ്ടിയിട്ട് ചെയ്ത പോലെ ഒരു സിനിമയാണ്. എണീറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റിയ, തിയേറ്ററിൽ എണീറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് അതൊക്കെ പോയി OTT ഇപ്പോൾ വീട്ടിൽ ഈ റൂമിലിരുന്ന് കൈയടിച്ചാൽ മതി, അതിനുള്ള സെറ്റപ്പേ ഉള്ളൂ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നല്ല സിനിമയാണ്, നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. നമുക്കിങ്ങനെ ഒരു ബോറായിട്ടോ അല്ലെങ്കിൽ ഒരു ലാഗായിട്ടോ എവിടെയും ഫീൽ ചെയ്യത്തില്ല. നല്ല രസമാണ് കണ്ടിരിക്കുക. പോയി കാണാം. ഓൾ ദി ബെസ്റ്റ്.